ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, കഴിഞ്ഞ ദിവസം തുർക്കിയുടെ ഫോറിൻ മിനിസ്റ്റർ ആയിട്ടുള്ള ഹക്കാൻ ഫിദാൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഹക്കാൻ ഫിദാൻ പറഞ്ഞിരിക്കുന്നത് ഇത് അവസാനത്തെ ഒരു ക്ലൈമാക്സിലേക്ക് ഈ യുദ്ധം കടക്കുകയാണ്, റഷ്യ യുക്രൈൻ യുദ്ധം. ഈ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു എന്ന് പറയുമ്പോൾ യുക്രൈന് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കും. ഇതാണ് അവർക്ക് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ ഈ വ്ളാഡിമിർ സെലൻസ്കി എന്ന് പറയുന്ന യുക്രൈന്റെ പ്രസിഡന്റിനും ഇതേ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു ആക്രമണം യുക്രൈൻ നടത്തി. 1200 കിലോമീറ്റർ റഷ്യയിലേക്ക് കടന്നു കയറിയാണ് അവർ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. റഷ്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. 1200 യുക്രൈന്റെ ഡ്രോണുകൾ കടന്നു കയറുക എന്ന് പറഞ്ഞാൽ 12 പേർ മരിച്ചു, പോരാത്തതിന് 39 പേർക്ക് പരിക്കേറ്റു. ഇനി അതുമല്ല ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, നിസ്നക്കാംസ്ക് നഗരത്തിലെ ഒരു എണ്ണ ശുദ്ധീകരണശാല ഈ യുക്രൈൻ തകർത്തിട്ടുണ്ട്. ഖോർഗീവ് മേഖലയിലും റഷ്യ പീരങ്കി ആക്രമണം നടത്തിയിട്ടുണ്ട്. 456 ഡ്രോണുകൾ റഷ്യ വെടിവെച്ചിട്ടതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ റഷ്യ ഇപ്പോൾ വലിയൊരു തകർച്ച നേരിടുന്നത് അവർക്ക് ഇന്ധനം കണ്ടെത്താനുള്ള വഴികൾ പൂർണ്ണമായിട്ടും അടഞ്ഞു എന്നുള്ളതാണ്. പിന്നെ ഇതിൽ മറ്റൊരു റിപ്പോർട്ട് പുറത്തു വരുന്നത്, ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ നിലവിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ ഒരു സാഹചര്യത്തിൽ, ഒരു സവിശേഷമായിട്ടുള്ള സാഹചര്യത്തിൽ കിം ജോങ് ഉൻ റഷ്യയിലേക്ക് 50,000 അവരുടെ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. റഷ്യയുടെ സംസ്ഥാനമായിട്ടുള്ള ടാറ്റർസ്ഥാനിലേക്കാണ് ഇവർ ആ സൈന്യത്തെ, അതായത് ഈ ഡ്രോൺ ആക്രമണം നടന്ന അതേ സ്ഥലത്ത് തന്നെയാണ് ഇവർ ആ സൈനികരെ 50,000 സൈനികരെ അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു വാർത്തയുണ്ട്. ഈ ബ്രിട്ടന് ഒരു നേവിയുണ്ട്, റോയൽ നേവി എന്നാണ് അതിനെ പറയുന്നത്. ബ്രിട്ടൻ്റെ റോയൽ നേവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വളരെയധികം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ളൊരു നേവിയാണ്. ഈ നേവിയിൽ ഒരു ചാരപ്പണി നടന്നിട്ടുണ്ട്. അത് റഷ്യയല്ല നടത്തിയത്, റഷ്യയുടെ സുഹൃത്തായിട്ടുള്ള ചൈനയാണ് നടത്തിയത്. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ K3 സ്കൗട്ട് ഡ്രോണുകൾ, ആ ഡ്രോണുകൾക്കുള്ളിൽ നിന്ന് അവരുടെ ഈ ആയുധത്തിന്റെ രഹസ്യങ്ങൾ ചൈനയിലേക്ക് നിരന്തരം ചോർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ചൈനീസ് IP വിലാസങ്ങളിലേക്ക് ഈ ഡ്രോണുകൾ ഡാറ്റകൾ അയച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ലണ്ടനിലെ ബ്രിട്ടീഷ് പ്രതിരോധ കരാറുകാരനായിട്ടുള്ള ക്രാക്കൺ ടെക്നോളജി ഗ്രൂപ്പാണ് ഈ ഡ്രോണുകൾ വിതരണം ചെയ്തത്. ഇത് പ്രത്യേക സേനകളുടെ മീറ്റിങ്ങിനും പരിശീലന ഷെഡ്യൂളുകളും ചോർത്തും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രാലയം നിലവിൽ ചെയ്തിരിക്കുന്നത്, അവർ അന്വേഷണത്തിന് ഉത്തരവിടുക മാത്രമല്ല ചെയ്തത്, അവർ നിലവിൽ മൊത്തത്തിലുള്ള ഇന്റർനെറ്റ്, അതായത് ഈ പ്രതിരോധ മേഖലയിൽ ഏതൊക്കെ ഭാഗത്ത് ഇന്റർനെറ്റ് സംവിധാനം ആക്സസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ അതെല്ലാം കട്ട് ചെയ്ത്, അതായത് അവരത് പേടിച്ചു. കാരണം ഈ ഡ്രോണുകൾ ഇവരുടെ ഷെഡ്യൂളുകളും ഇവരുടെ രഹസ്യമായിട്ടുള്ള സേനയുടെ മീറ്റിംഗ് ഒക്കെ ചോർത്തി ചൈനയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു സാഹചര്യം കൂടെ മറ്റൊരു സ്ഥലത്ത് വളരെ ഭീകരമായിട്ടുള്ളൊരു അന്തരീക്ഷം ഇങ്ങനെ ഉടലെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഒരു യുദ്ധത്തിന്റെ വലിയൊരു അന്തരീക്ഷം, അതായത് റഷ്യ ഇവിടെ ഇതിലേക്ക് ഉത്തര കൊറിയ പ്രവേശിക്കുന്നു, മറ്റൊരു സ്ഥലത്ത് ചൈനയാണെങ്കിൽ ബ്രിട്ടന്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ടിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് ഡൊണാൾഡ് ട്രംപ് വളരെ നിസ്സഹായനായിട്ട് നിൽക്കുന്നു. ഇനി ഞങ്ങൾക്ക് ആയുധമൊന്നുമില്ല, ഇനി ഞങ്ങൾക്ക് ഉടമ്പടികളിലൂടെയാണ് ഞങ്ങളുടെ യുദ്ധം എന്ന് പറഞ്ഞ് നിൽക്കുന്നു. അപ്പം മൊത്തത്തിൽ കലങ്ങി മറിഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ എന്തിനായിരിക്കും ഈ ചൈന ഈ രഹസ്യങ്ങൾ ചോർത്തുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഉത്തര കൊറിയ റഷ്യയിലേക്ക് ഇപ്പോൾ യുദ്ധത്തിൽ പ്രവേശിക്കുന്നത് എന്തിനാണ് എന്ന് മറ്റൊരു ചോദ്യമുണ്ട്. വലിയൊരു അടിക്ക് കളമൊരുങ്ങുകയാണോ എന്നുള്ളതാണ് ലോകം ഭയക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് തോന്നുന്നത്? ഇത് ഏറെക്കുറെ ശരിയാണത്. കാരണം ഈ ഇറാനില് പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പില്ലാതാണ് ട്രംപ് ആക്രമണം നിർത്തിയത്. ഒരു കരാറില്ല, വെടിനിർത്തൽ പ്രഖ്യാപനമില്ല, ഒന്നുമില്ല. ഉടൻ തന്നെ പുള്ളി സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇനി മുതൽ യുദ്ധമല്ല, ഉപരോധങ്ങളിലൂടെ ഞങ്ങൾ സാമ്പത്തികമായി ഇറാനെ വരിഞ്ഞു മുറുക്കും. ഇത്ര നാൾ ചെയ്തുകൊണ്ടിരുന്ന ആ പണി തന്നെയാണ്. അതിനകത്ത് ഇനി പുതിയതായിട്ട് എന്തോ ചെയ്യുന്നത് അറിയത്തില്ല. പക്ഷെ അതിന് പിന്നിൽ അന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചില ലേഖനങ്ങൾ വന്നിരുന്നു. അവരതിൽ പറയുന്ന കാര്യം, അമേരിക്കയിൽ തന്നെയുള്ള ചില ട്രംപിന്റെ ഉപദേഷ്ടാക്കൾ തന്നെ ട്രംപിനെ ഉപദേശിച്ചു എന്നാണ്. അതായത് സമീപ ഭാവിയിൽ ഒരുപക്ഷെ നമ്മൾ ചൈനയുമായി ഏറ്റുമുട്ടേണ്ടി വന്നേക്കാം. കാരണം ചൈനയാണ് ലോകത്തിലെ നമ്മുടെ ശത്രു. ചൈനയുമായി ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ പക്കൽ ആയുധങ്ങൾ ഉണ്ടാകില്ല. അതുമാത്രവുമല്ല, നമുക്ക് അങ്ങോട്ട് നീങ്ങാനും കഴിയില്ല. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ജപ്പാന് സമീപമുള്ള ഒരു ദ്വീപിലേക്ക് അമേരിക്ക ആദ്യമായിട്ട് അവരുടെ ഇതുവരെ പുറത്തെടുക്കാത്ത ചില മിസൈലുകളും മറ്റും വിന്യസിച്ചിരുന്നത്. ന്യൂസ് ഇന്ത്യ മലയാളം അത് ചർച്ച ചെയ്തിരുന്നു മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നത്. ആ ഒരു ദ്വീപിന്റെ പേരുമൊക്കെ നമ്മൾ അന്നത് പറഞ്ഞിരുന്നു. അത് തായ്വാൻ അടുത്ത് സ്ഥിതി ചെയ്യുന്നൊരു ദ്വീപാണ്.
അമേരിക്കയ്ക്ക് സൈനിക താവളമുള്ള ഒരു ദ്വീപാണ്. അവിടേക്കാണ് ഇത് നീക്കിയത്. പിന്നീട് വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് UK ആണ്. ഈ UKയും റഷ്യയും തമ്മിൽ ആജന്മ ശത്രുക്കളാണ്. ഇന്നും ഇന്നലെ തുടങ്ങിയ ശത്രുതയല്ല. ഇപ്പോൾ ഈ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നാറ്റോ രാജ്യങ്ങളെ ആർക്കായിരിക്കും മുൻതൂക്കം, ആദ്യത്തെ അടിക്ക് ആർക്ക് മുൻതൂക്കം കൊടുക്കുമെന്ന് വെച്ചാൽ പുള്ളി കണ്ണടച്ച് പറയുന്ന ഒരു രാജ്യം UK തന്നെ ആയിരിക്കും. പോളണ്ടൊക്കെ പിന്നെയും പുള്ളി രണ്ടാമത്തെ ഒരു ലിസ്റ്റിലേ പെടുത്തത്തുള്ളൂ. ആദ്യം തന്നെ UK തന്നെ ആയിരിക്കും. കാരണം കഴിഞ്ഞ കുറെ കാലമായിട്ട് റഷ്യയുടെ കപ്പലുകളും മറ്റുമൊക്കെ ഈ UKയുടെ സമുദ്രാതിർത്തി ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത, അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സമുദ്രാതിർത്തി ലംഘിച്ചു, അവർ അതിനെ പുറത്താക്കുന്നു, അങ്ങനെ ഒരുപാട് വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ അതിനൊക്കെ മറികടന്നുകൊണ്ട് ചൈന വലിയ രീതിയിൽ തന്നെ അവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഈ രഹസ്യങ്ങൾ സ്വാഭാവികമായി ചൈന ചോർത്തുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ വ്യക്തമാകുന്നത്. ഒന്ന്, ചൈനയ്ക്ക് ആവശ്യമുണ്ടാകാം, കാരണം ഇവരുടെ ടെക്നോളജി ഇല്ലെങ്കിൽ അവരുടെ അടുത്ത് നീക്കാം. പക്ഷെ ഇതിനേക്കാൾ ഉപരി ചൈനയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ റഷ്യക്ക് വേണ്ടിയിട്ടാണോ ഇത് ചോർത്തപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം കഴിഞ്ഞ കുറെ ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത ഇവിടെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിരുന്നു. അതായത് റഷ്യ ഉടനടി നാറ്റോ രാജ്യങ്ങളെ ഏതെങ്കിലും ഒരു നാറ്റോ രാജ്യത്തെ ആക്രമിക്കും. അതിന് കാരണം റഷ്യ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും നടത്തുക. നാറ്റോ രാജ്യങ്ങളുടെ പ്രവർത്തനം എങ്ങനെയെന്ന് വിലയിരുത്താൻ, അവരെങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയാൻ ഒരു ടെസ്റ്റ് ഡോസ് നടത്തും. അത് ചിലപ്പോൾ പോളണ്ടിന്റെ നേർക്കാകാം, മറ്റേതെങ്കിലും രാജ്യത്തിന് നേർക്കാകാം എന്ന്, ഇല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പിൽ എവിടെങ്കിലും ആകാം എന്ന് നമ്മൾ അങ്ങനെയായിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മളത് പറയുകയും ചെയ്തിരുന്നു. നമ്മൾ മാത്രമല്ല പല മാധ്യമങ്ങളും നൽകുകയും ചെയ്തിരുന്നു. അതും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് വായിക്കപ്പെടേണ്ടതുണ്ട്. കാരണം UKയുടെ നാവിക സേന എന്ന് പറഞ്ഞാൽ അല്പം ശക്തമായ ഒരു നാവികസേന തന്നെയാണ്. അപ്പൊ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കരുത്ത് എന്താണ് എന്നറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാരപ്രവർത്തനമാണ് അവിടെ നടന്നിരിക്കുന്നത്. അത് നടന്നു കഴിഞ്ഞു ഓൾറെഡി. അത് ചൈന നടന്നു കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു ഇത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരുപക്ഷെ ചൈന ഈ ഡേറ്റാസ് റഷ്യക്ക് നൽകില്ല എന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇവരുടെ നീക്കങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, നാളെ ഒരു സംഭവം വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളതാണ്. ഇതിനിടയിലാണ് ഉത്തര കൊറിയയുടെ കാര്യം. ഉത്തര കൊറിയ ഇപ്പോൾ ആദ്യമായിട്ടല്ല അവിടെ സൈനികരെ അയക്കുന്നത്. ഈ റഷ്യ ഉക്രൈൻ യുദ്ധം കൊടുമ്പിരി കൊണ്ട സമയത്ത് അവിടെ ആദ്യം 10,000 സൈനികരെ അയച്ചുകൊണ്ടായിരുന്നു ഉത്തര കൊറിയ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തത്. അതിനൊരു കാരണമുണ്ട്. കാരണം ഉത്തര കൊറിയയും റഷ്യയും തമ്മിൽ നേരിട്ട് സൈനിക ഉടമ്പടിയുള്ള രാജ്യമാണ്. സൈനിക ഉടമ്പടിയുള്ള രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം. അതായത് റഷ്യക്ക് ഒരു അപകടം വന്നാൽ ഇവിടുന്ന് ആള് പോകണം, അവിടുന്ന് വന്നാൽ ഇങ്ങോട്ടും ആള് വരണം. അങ്ങനെ സൈനിക സഹകരണമുള്ള രാജ്യങ്ങളാണ് ഉത്തര കൊറിയയും ഈ പറയുന്ന റഷ്യയും. നേരെ മറിച്ച് ഇറാനുമായിട്ട് ഈ റഷ്യക്ക് സൈനിക ഉടമ്പടികളില്ല, ഇന്ത്യയുമായിട്ടും സൈനിക ഉടമ്പടികളില്ല. പക്ഷെ ഇപ്പൊ നമ്മൾ അതിന്റെ നിയമത്തിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് സൈനിക ഉടമ്പടി എന്ന് നമ്മളതിനെ പറയുന്നില്ലെങ്കിൽ പോലും അതും നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഈ അടിയന്തര ഘട്ടങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കൊക്കെ മറ്റുമായിട്ട് ഇന്ത്യയിൽ നിന്നുള്ള സൈനികർക്ക്, സൈനിക വിമാനങ്ങൾക്കും കപ്പലുകൾക്കും റഷ്യയുടെ ഏത് പോർട്ടും ഉപയോഗിക്കാം, ഏത് വ്യോമത്താവളവും ഏത് നിമിഷവും ഉപയോഗിക്കാം, അവിടെ പോകാം. അവർക്കും ഇവിടെ ഏത് നിമിഷവും വരാം. നമ്മളിത് നാച്ചുറൽ കലാമിറ്റീസിന്റെ മാത്രമല്ല അടിയന്തര സാഹചര്യങ്ങൾ എന്നാണ് നമ്മളതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്കതാണ് അടിയന്തര സാഹചര്യം. യുദ്ധവും ഒരു അടിയന്തര സാഹചര്യമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു കരാർ വെച്ചിട്ടുണ്ട്. പക്ഷെ മറ്റേതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സൈനിക കരാർ, സഹകരണ കരാർ എന്ന് പറയുമ്പോൾ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. പക്ഷെ നമ്മൾ ഇങ്ങനെയല്ല വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു ഭാഗികമായി ഇപ്പൊ ഈ അടുത്ത് ഒരു നമ്മളത് ഡിസ്കസ് ചെയ്തിട്ട് എനിക്ക് 5-6 മാസം മുമ്പ് എങ്ങാണ്ടായിരുന്നു, ഒരു 5 മാസം മുമ്പായിരുന്നു ആ ഒരു കരാർ വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. അപ്പൊ സ്വാഭാവികമായിട്ട് അവർ, പക്ഷെ ഉത്തര കൊറിയ അവിടെ പോകുന്നത് ഒരു പ്രാക്ടീസിനാണ് എന്നുള്ള വാർത്തയായിരുന്നു. ഇന്നലെ ന്യൂസ് ഇന്ത്യ മലയാള വാർത്ത നൽകിയിരുന്നു. ഇന്നലെ നമ്മുടെ മറ്റേ ചാനൽ ന്യൂസ് ഇന്ത്യ മലയാളത്തിനെ കുറിച്ച് വളരെ നമ്മളതിനകത്ത് പറഞ്ഞിട്ട് ഉത്തര കൊറിയയുടെ നീക്കത്തിൽ പകച്ച് ചൈന എന്നാണ്. ചൈനയ്ക്ക് അത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഉത്തര കൊറിയ അവിടെ പോയിട്ട് ഈ യുദ്ധ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടാണല്ലോ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് അവര് പ്രാക്ടീസും കൂടെ ആണ് അവർ ചെയ്യുന്നത്. കാരണം കിം ജോങ് ഉൻ പ്രതീക്ഷിക്കുന്നുണ്ട് അധികം വൈകാതെ തനിക്ക് കളത്തിലിറങ്ങേണ്ടി വരും എന്ന് അദ്ദേഹവും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഒരു സഖ്യം ഏകദേശം ഒരു പിക്ചർ ക്ലിയറായി ഇപ്പോൾ വരുന്നുണ്ട്. ഒരു ഭാഗത്തേക്ക് ചില രാജ്യങ്ങൾ വരുന്നു. ഇവിടെയാണ് ഈ താരിഫിന്റെ കാര്യത്തിൽ ട്രംപ് ഇപ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്നത്. കാരണം അമേരിക്കയിൽ തന്നെയുള്ള അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഉപദേഷ്ടാക്കൾ തന്നെ അദ്ദേഹത്തിന് ഉപദേശിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയാണ് നമ്മുടെ ശത്രുക്കള് ഇന്ത്യ കൂടെ വെറുപ്പിക്കരുത്. ഈ ഘട്ടത്തിൽ അവരെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഒരു ആക്സസ് പിന്നെ നമുക്ക് ഉണ്ടാകില്ല. കാരണം അവരെ ഇപ്പോൾ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായി തന്നെ റഷ്യയുടെയും ചൈനയുടെയും കൂടെ ചേരുക തന്നെ ചെയ്യും. അത് ഭാവിയിൽ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും എന്നുള്ളത്. ഏതായാലും ഇപ്പോൾ ഒരു വല്ലാത്തൊരു ഭീതികരമായ അവസ്ഥയിലാണ്. ഇറാന്റെ യുദ്ധം അവസാനിച്ചതുകൊണ്ട് ലോകത്തിന്റെ യുദ്ധഭീതി മാറുന്നില്ല എന്നുള്ളതല്ല, അനുദിനം അത് കൂടി വരികയും കൂടിയാണ്.